ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഹലോ, എടി പുഷ്പലതേ, നീ നമ്പറിൽ വിളിച്ചേക്കണ. എന്റെ പെണ്ണുമ്പുള്ളാണ്ട ഭയങ്കര പ്രശ്നമെന്ന്. ഇത് തോൽസിമാടി രണ്ടെണ്ണുള്ളത്. നീ മറ്റേല് വിളിക്ക, ഇതിൽ വിളിക്കല്ലേ. എന്റെ ചെറുക്കർക്ക് ആരോടും അറിയാൻ പാടില്ലേ. തെങ്ങുകയറ്റക്കാരൻ മോഹനൻ. നീ പേനെടുക്ക. മോഹനാ, നീ തെങ്ങേ കയറി കയറി പെൺപിള്ളേരുടെ വാട്സപ്പിലും കയറി തുടങ്ങിയ. എന്നാ കരിക്കട്ടേക്ക് ശരിയാക്കി തരാട്ടാ. 80 89 75 77 07. ഒരു മേങ്കുടി തന്നിട്ട് വെക്കടി. ചേ കാട്ടായല്ല. എടാ മോഹനാ, ഇനി അവളെ എപ്പോഴാണ് അവ വിളിക്കുന്നത്? നീ ഇന്ന് വൈകുന്നേരം വരെ ഈ ഒറ്റ തെങ്ങേ തന്നെ കയറേണ്ടി വരും. പുഷ്പലതേ, പുഷ്പലതായിരിക്കും. തേങ്ങാക്കുല കട്ടായല്ല. അയ്യടാ, മാങ്ങാത്തൊലി പിന്നെയും കട്ടായല്ല. പുഷ്. ദൈവമേ, ഇത് കാണാൻ വേറെ ആരുമില്ലല്ലോ ഇവിടെ. പുഷ് 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 പുഷ്. ഇതവളാണ് പുഷ്പലത. ഞാൻ എത്തി. ഇതൊന്ന് ചാകെ കൊടുക്കണം. കട്ടായി. വിടൂലടി പുഷ്പേ. എന്റെ ഷാജി, ഞാൻ നിന്നെ അന്വേഷിച്ചെടുക്കരുത്. എന്നെ അന്വേഷിച്ച് നടക്കണെന്ന സൈക്കിളും ചവിട്ടി വന്നെ നീയാ. നിന്റെ തമാശകളി വേണ്ടിട്ടാ. എന്താണ് കാര്യം? എന്താണെന്ന്? എടാ, ഇന്നലെ നമ്മുടെ വായനശാലയുടെ മീറ്റിംഗ് ആയിരുന്നു ഇത്തവണത്തെ ഓണാഘോഷത്തെ കുറിച്ച്. എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ. നിന്നെ വിളിച്ചില്ലെന്നല്ല, നിന്നെ ഒഴിവാക്കാനാണ് അവര് പ്ലാൻ ചെയ്തേക്കണത്. അപ്പൊ നീ ഉണ്ടാവില്ല. എന്നെന്തിനാ ഒഴിവാക്കണത്? ഞാനില്ല, പിന്നെ നീ എങ്ങനെ ഉണ്ടാവണത്? അത് ശരിയാണല്ലോ. ഇതിനൊക്കെ കാരണം ആ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. അയാൾക്കിട്ട് പണ്ട് ഞാനൊരു പണി കൊടുത്തായിരുന്നു. അയാളുടെ വീടിന്റെ വാതിക്ക് ടാർ ചെയ്യാൻ വന്ന ഒരു ഹിന്ദിക്കാരന്റെ ഒപ്പേ അയാളുടെ ഇളയ മോളെ ഞാൻ പറഞ്ഞു വിട്ടു. ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ? അതിനൊക്കെ നമ്മളോട് ഇങ്ങനെ കാണിക്കാൻ മഹാ ബോറാട്ടാ. ഇനിയിപ്പോ എന്തിയോടമ്മ? എടാ, നമ്മള് രണ്ടുപേരും ഇല്ലാതെ ഈ ചുക്കില് ഓണോന്നല്ല ഒരു ചുക്കും നടക്കാൻ പോണില്ല. അത്രേ ഉള്ളൂ. നീ സൈക്കിൾ എടുക്കടാ. എന്താടാ? പഞ്ചറായിന്ന്. തള്ളിക്കോ, പെട്ടെന്ന് കൊണ്ട് ഒട്ടിക്കാം. തള്ളട, പെട്ടെന്ന് കൊണ്ട് ഒട്ടിക്കാന്ന്. അവിടെ വെക്ക് വെക്ക്. വാടാ ചേട്ടാ, ലോ ഒന്ന് പഞ്ചർ ഒട്ടിക്കണമല്ല. ഇയാൾക്കെന്താ ചെവിയേക്കല്ലേ? ചേട്ടാ, ഈ സൈക്കിളൊന്ന് പഞ്ചർ ഒട്ടിക്കണമെന്ന്. പൊളിച്ചു കീറണ്ട, എനിക്ക് ചെവിയേക്കാം. ഓ ചേട്ടാ, ഒന്ന് പഞ്ചർ ഒട്ടിച്ചേട്ടാ. എടോ, ഞാൻ ഒരു പണി ചെയ്തോണ്ടിരിക്കണ കണ്ടില്ലേ? ഇത്രയും പണി തീർത്തതിന് ചേട്ടാ നിങ്ങളുടെ സൈക്കിൾ പഞ്ചർ ഒട്ടിച്ച് തരാൻ പറ്റൂ? അല്ല, ഇച്ചിരി അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. എടാ, നീ എന്നോട് മിണ്ടല്ലേ, പോടുന്നു. അതെ, അവന്റെ സൈക്കിളല്ല, എന്റെ സൈക്കിളാണ്. ആരുടെ സൈക്കിളാണല്ലോ എനിക്കെന്തുവാ? എന്റെ പണി കഴിഞ്ഞാൽ എനിക്ക് പറ്റൂ. ഇവന് ഭയങ്കര മൊടയാണല്ലോടാ. എങ്ങനെ മുടയാവാതിരിക്കും അറിയില്ല പുള്ളിന്. എടാ, ഓൾ കേരള മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാ പുള്ളി. പേരെന്താന്നറിയാമോ? സോഹൻലാൽ. പുള്ളി വെച്ചേക്കണ ഫ്ലെക്സ് ആണത്. ഓൾ കേരള മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ചുക്ക്. എന്താടാ? വാ. എന്താടാ? ആ മോഹൻലാൽ ഫ്ലെക്സിന്ന് ഇറങ്ങി വന്നെ കാണണം. എങ്ങനെ? അതൊക്കെ ഞാൻ ചെയ്തോളാം, നീ ചിരിച്ചാ മതി. ഞാൻ ചിരിച്ചാവുന്നു. എന്നാ വാങ്ങ. കറക്റ്റ് മോഹൻലാലാട്ടാ. ഏയ്, നീ ഒന്ന് പോടാന്ന്. അവന് മോഹൻലാലിന്റെ ലുക്കൊന്നുമില്ല. നീ ഒന്നും ഉണ്ടായിരുന്നേ? കീറി നോക്കിയേ, കൂഞ്ഞി പിടിച്ച കീറിയുണ്ട. കറക്റ്റ് മോഹൻലാല്. ശരിയാണ്ടാ. ഇപ്പൊ ഏതാണ്ട് ലുക്കൊക്കെ ഉണ്ട്. ഏതാണ്ടൊക്കെ എല്ലാം ഉണ്ട്. സാധനം മെഴുകി തുടങ്ങിയിട്ടുണ്ട്. കണ്ട? ഇപ്പൊക്കെയാണ്. ഇത് മോഹൻലാലല്ലെന്ന് ആരും പറയല.
ആ ഫ്ലെക്സിലിരിക്കണ പോലെ തന്നെ. അത് ബൈക്കിൽ, ഇത് സൈക്കിള്. രണ്ടും മോഹൻലാൽ തന്നെ. പക്ഷെ കൈ ഒന്ന് പൊക്കണമല്ലേ? എടാ പണ്ട കൈ പൊക്കിയടാ. ഇനി നമ്മുടെ നാട്ടിലൊരു മോഹൻലാലായി. ഇതെങ്ങനെ വാർത്തെടുക്കേണ്ടത്? പക്ഷെ മോഹൻലാലാകുമ്പോ ഒറ്റ കറക്കോ കറങ്ങും പെട്ടെന്ന്. അടിപൊളി. ഏത് മോഹൻലാലാ സൈക്കിളുടെ പണിയെടുക്കണത്? അത് ശരിയാണ്. ഒറ്റ മോഹൻലാലും സൈക്കിളുടെ പണിയെടുക്കില്ല. അതിന്റെ ആവശ്യമില്ല അവർക്ക്. കളഞ്ഞടാ. അത് ഏത് മോഹൻലാലും അങ്ങനെ തന്നെയാണ്. ഓ സംഭവം ഉണ്ടാ. മോഹൻലാൽ ഓടണ പോലെ കാണിക്കും, ഓടൂല, ദൂരത്തേക്ക് പോണ പോലെ. ഈടെ തല കുത്തിമറിയണ്ട. അയ്യോടാ പാവം. നിന്റെ കുഞ്ഞമ്മയുടെ മോനൊന്നും അല്ല, അവിടെ കിടന്ന് മെഴുകട്ടാ. ആ ആ ഒരു പ്രാവശ്യം കൂടി മറി. അതേ കറക്റ്റ്. ഇവരെത്രക്ക് പൊട്ടനാടാ. അയ്യോടാ. നീ വാ 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 കടയിട്ട് നിൽക്ക, കടയിട്ട് നിൽക്ക. പിന്നെ ലാലേട്ടനെ സ്വീകരിക്കണ്ടേ? വാ. ഞാനും എന്റെ കോപ്രായം കണ്ട ചിരിക്കും. എവിടെ പോയിക്കരുത്? എന്റെ ക്രൂഡിംഗ് ഗ്ലാസ് എടുക്കാൻ, എന്റെ പുതിയ റൈബാൻ ഗ്ലാസ്. ഏതവനെ തല്ലി പൊട്ടിച്ച് അവന്റെ കാര്യം ഞാൻ വെട്ടിയെടുക്കും. അങ്ങനെയൊക്കെ ചെയ്യുവോ? പഞ്ചർ മോഹൻലാലെ പഞ്ചർ ഒട്ടിച്ചില്ല. മോഹൻലാലല്ല, മോഹൻലാൽ. ഇഷ്ടപ്പെട്ടവരെന്നെ ലാലേട്ടൻ എന്ന് വിളിക്കും. ഇവനൊക്കെ എങ്ങനെയാണ് ലാലേട്ടാന്ന് വിളിക്കണത്? ലാലേട്ടൻ കണ്ടാലില്ല കൊല്ല. രായപ്പ ഇപ്പൊ എങ്ങനെയുണ്ട്? നീ ഒരുത്തങ്കാരനാണ്. ഇനി അവനത് പഞ്ചർ ഒട്ടിച്ച് തരുമെന്ന് തോന്നണ്ട. പഞ്ചറൊട്ടിച്ചില്ലെങ്കിൽ എന്താ? നമ്മുടെ നാട്ടിലൊരു മോഹൻലാലിനെ കിട്ടിയില്ലേ? ദേ നോക്കിയേ, ഒരു കരിഞ്ഞ മോഹൻലാൽ. മല്ലനാണിവൻ, ദുരിതനാണിവൻ, വീരനാണിവൻ, ഇക്രോ. മല്ലനാണിവൻ, വീരനാണിവൻ, ഇക്രോ. രാവിലെ ഇരുന്നാണോ പത്രം വായിച്ചത്? ഞാൻ ചായ കുടിച്ചിട്ടില്ല. അയ്യോ, ഞാനും ചായ കുടിച്ചിട്ടില്ല. നീ ആരടാ? അമിതാഭ് ബച്ചനോ? താഴെ ഇറങ്ങി നിൽക്കടാ. ഇപ്പൊ അജു വർഗീസായി. ഇതാടെ കയ്യില് ഫോണാണ്. എന്ത് ഫോൺ? സാംസങ്ങിന്റെ ഫോൺ. സാംസങ്ങിന്റെ ഫോൺ എന്തിനാണ് നിന്റെ കയ്യിൽ അയ്യോ, വന്നിരിക്കുന്നത്? സാംസങ്ങിന്റെ എന്ന് പറഞ്ഞാൽ സാംസങ് മൊബൈൽ കമ്പനിയുടെ ഫോണാണ് ചേട്ടാ. ഇതിൽ ഫേസ്ബുക്ക് ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ചേട്ടാ. കക്കൂസ് ഉണ്ടോ? അയ്യേ, കക്കൂസാ? കക്കൂസ് ആരെങ്കിലും ഫോണിൽ കൊണ്ട് നടക്കും ചേട്ടാ? എടാ നിന്റെ വീട്ടില് കക്കൂസ് ഉണ്ടോന്ന് ഒറ്റ അടി അടിച്ചോണ്ടല്ലോ. എടാ നിന്റെ അച്ഛൻ കക്കൂസ് പണിയാനുള്ള അപേക്ഷയായിട്ട് പഞ്ചായത്ത് ഓഫീസിന്റെ വരാന്തയിൽ കയറി ഇറങ്ങി നടക്കാണ്. അപ്പൊ അവൻ സാംസങ്ങിന്റെ മൊബൈലായിട്ട് പറഞ്ഞു പൊക്കോ, അടിക്കാം, പൊക്കോ. മല്ലനാണിവൻ, ദുരിതനാണിവൻ, വീരനാണിവൻ, ഇക്രോ. മല്ലനാണിവൻ, ദുരിതനാണിവൻ, വീരനാണിവൻ, ഇക്രോ. ഹലോ, കാശ് എന്തേ? കാശേ കാശില്ല. എന്താടാ? അവിടെ വെച്ചേക്കും. എന്ത്? അവിടെ വെച്ചേക്കാൻ. മല്ലനാണിവൻ, ദുരിതനാണിവൻ, വീരനാണിവൻ, ഇക്രോ. നീയോ? ഏയ് കാശ് ഇല്ലെന്ന് മുമ്പ് പറഞ്ഞില്ലടാ. എന്നാ അവിടെ വെച്ചേ. ഓ ടൗണിലെ സ്കൂളില് 3A പഠിക്കുന്ന രാധാകൃഷ്ണൻ പിപ്പിയുടെ അച്ഛനല്ലേ നീ? അതെ. ഇവിടെ എന്താ ഇരിപ്പുണ്ടല്ലോ? ഇതെന്തിനാണോ എന്നെ തല്ലിയത്? എടാ നിന്റെ ആ വൃത്തികെട്ട കൂതറ ചെക്കൻ എന്നെ കാണുമ്പോ വിളിക്കുന്ന പേരെന്താന്നറിയോ? എന്തുവാ? ഹിക്രൂന്ന്. എന്തോന്ന്? ഹിക്രു. എന്താ ഇപ്പൊ ചിരിച്ചത്? അല്ല ഈ രൂപം ഇക്രു എന്നുള്ള പേരൂടെ കേട്ട ഇത് ആർക്കാ ചിരി വരാത്ത? കണ്ടടാ, ആ പേര് കിട്ട നീ പോലും ചിരിച്ചില്ലേ? പക്ഷെ എന്റെ അപ്പൻ എനിക്ക് പള്ളിയിലിട്ട പേരെന്താന്ന് അറിയോ നിനക്ക്? ബെഞ്ചമിൻ ബ്രൂണോ. കണ്ടോ, ഞെട്ടിയില്ലേ? എന്നാൽ എന്റെ ഒരു ചിറ്റ, ജലജ ചിറ്റ, ചെറുപ്പത്തിൽ എന്നെ ഓമനിച്ച് വിളിച്ച പേരാണ് ഇക്രൂന്ന്. പക്ഷെ എനിക്ക് ഓർമ്മ വെച്ച കാലത്ത് ആ ചിറ്റയുടെ നാവ് ചവിട്ടി പൊളിച്ച് കൈയും കാലും തല്ലി ഓടിച്ചവനാണ് ഞാൻ. ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഈ ചുക്കിലാരും എന്നെ ഇക്രൂന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇത് നിനക്കൊരു പാഠമായിരിക്കട്ടെ. രാധാകൃഷ്ണൻ പിപ്പിക്കും. അയ്യോ, മല്ലനാണിവൻ, ദുരിതനാണിവൻ, വീരനാണിവൻ, ഇക്രോ.
കണ്ടല്ലോ ഉം, ഉം. ഉം. കാശ് കാശ് ഇല്ലെന്ന് കൊറേ നേരമായിട്ട് പറയലടാ. എന്നാ അവിടെ വെച്ചേക്ക്. ഇത്രയും ചെയ്തിട്ട് നിന്നെ കേട്ടില്ലല്ലേ? ഏ? കാളിദാസാ